സർ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അടുക്കാനായതോടുകൂടി നമ്മുടെ സർക്കാർ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നടത്തുന്നുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ മദ്യം ഒഴുകുന്ന അല്ലെങ്കിൽ മദ്യം ഒരു വലിയ ബിസിനസ് ആക്കി എടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിൽ കേരളം എന്നുള്ളത്. ഓരോ ഓണം കഴിയുമ്പോഴും ഓരോ ഫെസ്റ്റിവൽ കഴിയുമ്പോഴും നമ്മൾ അതിന്റെ ഒരു വിലവിവര പട്ടിക എടുക്കാറുള്ളതുമാണ്. കേരളം റെക്കോർഡ് നേട്ടത്തിൽ എന്ന് നമ്മൾ പിറ്റേ ദിവസം പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ തലക്കെട്ടുകളും കാണാറുള്ളതാണ്. ഇത്തവണയും തെരഞ്ഞെടുപ്പ് അടുക്കാറായതോടുകൂടി സർക്കാർ ആ പതിവ് തെറ്റിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. പലതരത്തിലുള്ള ബ്രാൻഡുകളും കൊച്ചി മെട്രോയിൽ ഉൾപ്പെടെ ബെവ്കോ ഉൾപ്പെടെ എത്തിക്കുന്നതിലും സർക്കാർ മുൻപന്തിയിലാണ്. അതിന് വലിയ പ്രോത്സാഹനമാണ് സർക്കാർ നൽകുന്നത്. മലബാർ മിസ്റ്ററി, അതുപോലെ കെ ഫെനി, മിന്നൽ മാജിക്, അങ്ങനെ നീണ്ടു പോകുന്ന ഒരു നിര തന്നെ സർക്കാർ ഇറക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം കേരളം ഇത്രയേറെ കുടിച്ച് കുടിച്ച് നല്ലവരാവട്ടെ എന്ന് നമ്മുടെ സർക്കാർ ചിന്തിക്കുന്നത്? മദ്യം ഒരു വലിയ ബിസിനസ് ആക്കി എടുക്കാൻ കേരള സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനവും എടുക്കുന്നത്? ഇപ്പോ നീതു പറഞ്ഞ ഇൻട്രൊഡക്ഷനിലെ മദ്യത്തിന്റെ പുതിയ ബ്രാൻഡ് ഇൻട്രൊഡക്ഷൻ കേരള സർക്കാർ ചെയ്യുന്നതൊക്കെ കേട്ട് ഞാനാകെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വായിക്കാം. കാരണം കേരളത്തില് സർക്കാരിന്റെ പ്രധാന ഒരു വരുമാന മാർഗമാണ് മദ്യം എന്നതിന് യാതൊരു സംശയവുമില്ല. വേറെ ഒരു മാർഗങ്ങൾ തേടാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നുമില്ല. അതിനുള്ള കഴിവുമില്ല. ഇവിടെ 40-45 കൊല്ലമായിട്ട് നമ്മൾ കണ്ടതാണ്. ഉള്ള മറ്റ് വ്യവസായങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടി അല്ലെങ്കിൽ ഇവിടുന്ന് ഓടിച്ചു വിട്ടു എന്നല്ലാതെ ഈ ഒരു വ്യവസായം മാത്രം ഇവിടെ എന്തോ മുടങ്ങാതെ തഴച്ചു വളരുന്നുണ്ട്. അതെന്താ അതിന്റെ രഹസ്യം എന്ന് മനസ്സിലാവണില്ല. അവിടെ സമരമില്ല, ഒന്നും കാണുന്നില്ല. ഇത് പറയുമ്പോ ഞാൻ ചെറിയൊരു കാര്യം ഇപ്പോ ഇവിടെ ഇങ്ങനെ പറയാം. തമിഴ്നാട് റോൾസ് റോയ്സ് കാറ് നിർമ്മിക്കുന്നു, ഒരു ന്യൂസാണ്. കർണാടക ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നു. ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ AI ഹബ് ആകാൻ പോകുന്നു. കേരളം വിട്ട കിറ്റക്സ് 6000 കോടി നിക്ഷേപം തെലുങ്കാനയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നു. മഹാരാഷ്ട്ര നവി മുംബൈയിൽ ലോകത്തെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ വരുന്നു. ഗുജറാത്തിൽ 91,000 കോടിയുടെ സെമി കണ്ടക്ടർ പ്ലാന്റ് ടാറ്റ നിർമ്മാണം നടത്തുന്നു. UP-യിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാംസങ് മൊബൈലിന്റെ ഫാക്ടറി, അതായത് ലോകത്ത് മുഴുവൻ വിതരണം ചെയ്യുന്നത് UP-യിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടാണ്. ഇത് 2022 അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യ 500 ബില്യൺ എന്ന ആ വലിയ കുതിപ്പിലേക്ക് കുതിച്ചു ഉയരുമ്പോൾ കേരളത്തിന്റെ സംഭാവന എന്താണ്? കള്ളു കുപ്പികൾ നിരത്തി വെച്ചു വിൽക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ. ഉള്ള വ്യവസായങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒട്ടുമിക്കതും അടച്ചു പൂട്ടി. സ്വകാര്യ മേഖലയിലെ വ്യവസായങ്ങളും ഇവിടുന്ന് അടിച്ചോടിച്ചു. അവസാനമായിട്ട് കിറ്റക്സ് ഓടിപ്പോയി നമ്മളെല്ലാം കണ്ടതാണ്. അവരെ ഇനി എന്തൊക്കെ തരത്തിൽ ഉപദ്രവിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ ഉപദ്രവിച്ചിട്ടാണ് അവരിവിടുന്ന് അവസാനം തെലുങ്കാനയിൽ അഭയം പ്രാപിച്ചത്. ഈ രീതി എത്ര കാലം കേരളം മുന്നോട്ട് പോകും ഇങ്ങനെ ഈ ഒരു സിസ്റ്റത്തിൽ കൂടെ? ഇത് പറയുമ്പോ കേരളം വേറെ ഒരു, അതായത് ഇവിടെ മാറി മാറി ഭരിച്ചു 40-45 കൊല്ലം. ഇവര് രണ്ടുപേരും വേറെ ഒരു തരത്തിലുള്ള വരുമാനവും സംസ്ഥാനത്തിന് ഉണ്ടാക്കാനുള്ള യാതൊരു പ്രാരംഭ നടപടിയും ഇവിടെ എടുത്തിട്ടില്ല. അവരാകെ എടുത്തത് കടം വാങ്ങുക, ധൂർത്തടിക്കുക, ചെലവാക്കുക.
കിഫ്ബിയിൽ നിന്ന് കടമെടുക്കുക. എന്താ കിഫ്ബി ഇവരുടെ വല്ല ഈ ഖജനാവ് തറവാട്ട് സ്വത്ത് ഇങ്ങനെ കൂട്ടി വെച്ചതാണോ അവിടുന്ന് ഇങ്ങനെ വാരിക്കൊണ്ടുവരാൻ? ഇത് കടം തന്നെയാണ്, ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന കടം തന്നെയാണ്. 6 ലക്ഷം കോടിയാണ് ഇന്നത്തെ കേരളത്തിലെ കടം. അപ്പൊ ഈ 6 ലക്ഷം കോടി കടം എന്ന് പറയുന്നത് ബൈ 3.5 കോടി ജനം എത്ര വരിക? ഓരോരുത്തർക്ക് അതിന്റെ ഷെയർ വരും. ഇത് ഓരോരുത്തരും കടമാണ്. അപ്പൊ ഇവിടെ ഭരിക്കുന്നവൻ ഈ കടമെടുത്ത് ഈ കടം ഈ ജനങ്ങളുടെ, ഈ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നു. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? ദൂർത്തടിച്ച് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും? വിലസി ജീവിക്കാം. എന്നിട്ട് എളുപ്പത്തിൽ മാർഗമാണ് പണം ഉണ്ടാക്കാൻ ഈ കള്ള് കച്ചവടം, അതുമാതിരി ലോട്ടറി കച്ചവടം. ലോട്ടറി കച്ചവടം അറിയാലോ, ജനങ്ങളെ ഇത്രയും കബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ലോട്ടറി. ഈ 2 സംഭവങ്ങൾ മാത്രമായിട്ട് കേരളം മാറി. എന്നാ ഏതെങ്കിലും ഒരു നല്ല വ്യവസായം കേരളത്തിൽ വരണം, കൊണ്ടുവരണം, അതിനുള്ള എന്തെങ്കിലും ഒരു സംഭവം ഇവിടെ ഇവർ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി ജനങ്ങളോട് ഞാൻ പറയാണ്, മദ്യം ഇപ്പൊ 3 തരമാണ് ഇറക്കിയിരിക്കുന്നത്. ഇന്നലെയാണ് മിന്നൽ മാജിക്. എന്താണ് എനിക്ക് മനസ്സിലായി, ഈ മിന്നൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കെ ഫെനി, ഗോവ ഫെനിക്ക് തുല്യമായിട്ട് കെ ഫെനി ഇവിടെ ഉണ്ടാക്കുന്നു. പിന്നെന്താണ് മലബാർ മിസ്റ്റിൽ. ഇങ്ങനെ 3 തരം ഐറ്റമാണ് ഇന്നലെ വരെയായിട്ട് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ജനങ്ങളോട് പറയാണ്, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു വാചകങ്ങളാണിത്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഈ ശ്രീനാരായണ ഗുരുദേവൻ 1921 കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട വാചകങ്ങളിലെ ഒരു പ്രധാന വാചകമാണ് ഈ മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. അത് ഒന്നും കൂടി ജീവൻ നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിനോടൊപ്പം തന്നെ കുറച്ച് വാചകങ്ങളും കൂടി, അതായത് ഈ വാചകങ്ങൾക്ക് ശക്തി നൽകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടിയും ആശയവാപ്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു വാക്യം കൂടി അതിനോടൊപ്പം അദ്ദേഹം കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മദ്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒരു കുലത്തൊഴിലായിരുന്നു അന്ന്. ഇന്നും ആൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അദ്ദേഹം അതും കൂടി കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ചെത്തുകാരന്റെ ദേഹം നാറും, തുണി നാറും, വീടും നാറും, അവൻ തൊട്ടതെല്ലാം നാറും. ഇത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? ചെത്തുകാരന്റെ ദേഹം നാറും, തുണി നാറും, വീടും നാറും, അവൻ തൊട്ടതെല്ലാം നാറും. അപ്പോ ഈ മദ്യത്തെ കുറിച്ച് നമ്മൾ അധികമൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മദ്യം കുടിപ്പിക്കുമ്പോൾ അതിന് യാതൊരുവിധ സിസ്റ്റമോ അല്ലെങ്കിൽ അതിനൊരു നിയന്ത്രണമോ ഒന്നും തന്നെ സർക്കാർ ഇവിടെ എടുക്കുന്നില്ല, ചെയ്യുന്നില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും അപകടം നിറഞ്ഞ അവസ്ഥ. ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റുള്ള പുരോഗമന രാജ്യങ്ങളിലൊക്കെ തന്നെ മദ്യം കുടിക്കാൻ ലൈസൻസ് ഉണ്ട്. ഈ ലൈസൻസ് ആരാ കൊടുക്കുന്നത്? അതാത് സർക്കാരുകളാണ്. ഒരു പ്രായപൂർത്തിയായ വ്യക്തിക്കാണ് മദ്യം കുടിക്കാനുള്ള അനുവാദമുള്ളൂ. അത് ഇവിടെ അങ്ങനെ തന്നെയുള്ളൂ. അപ്പൊ ഈ മദ്യം കുടിക്കണമെങ്കിൽ ആദ്യം ലൈസൻസ് എടുക്കണം. ഈ ലൈസൻസ് എങ്ങനെയാണ് അനുവദിക്കുന്നത്? വരുമാനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. വരുമാനം എത്രയാണോ അതിന്റെ ഇത്ര % മദ്യം വാങ്ങാനുള്ള ലൈസൻസ്, മദ്യം കയ്യിൽ വെക്കാനുള്ള ലൈസൻസ് ആ വ്യക്തിക്ക് കൊടുക്കുകയാണ്. ആ മദ്യമേ ആ വ്യക്തിക്ക് മദ്യ ഷാപ്പിൽ പോയി വാങ്ങാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഇന്ന് എങ്ങനെയാ? ഒരു ചാക്കുമായിട്ട് മദ്യ ഷാപ്പിൽ പോവാം, എത്ര വേണമെങ്കിൽ വാങ്ങാം. പേരിനൊരു കൺട്രോളൊക്കെ ഉണ്ട്, 3-4 മീറ്റർ വാങ്ങാനേ പറ്റുള്ളൂ എന്നൊക്കെ പറയും.
അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പല ബാഗുകളിലാക്കി വാങ്ങി ഇവരൊക്കെ പോകും. വേണ്ടത്ര കുടിച്ച് തിമർക്കുകയാണ്. അപ്പോ സർക്കാർ ഈ മദ്യം കുടിപ്പിച്ച്, സർക്കാരിന്റെ പ്രധാന വരുമാനമാണ് മദ്യം. അപ്പൊ വേഗത്തിൽ എളുപ്പത്തിൽ ആ വരുമാനം ഉണ്ടാക്കാൻ ഞാൻ ഒരു ചെറിയ രസം പറഞ്ഞുതരാം. കേരളത്തിൽ വിൽക്കുന്ന മദ്യം, അതായത് ഒരു എക്സാമ്പിൾ, കേരളത്തിൽ 1500 രൂപയ്ക്ക് വിൽക്കുന്ന മദ്യം വാളയാറ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ പോയി വാങ്ങിയാൽ 750 രൂപ. അതായത് നേരെ പകുതി വില. ആലോചിച്ച് നോക്കി. സെയിം സാധനം, കേരളത്തിൽ വാങ്ങുന്ന സെയിം സാധനം തമിഴ്നാട്ടിൽ പോയി വാങ്ങിയാൽ പകുതി വില. അപ്പൊ തമിഴ്നാട്ടിലും അത് വിറ്റിട്ട് അവർക്ക് ലാഭം ഉണ്ടല്ലോ. ആ ലാഭത്തിന് പുറമെ ഇവിടെ ഇരട്ടി വില വാങ്ങിയിട്ട്, അപ്പൊ എന്താണ് കേരള സർക്കാർ ഇതിൽ നിന്നും അടിച്ചു മാറ്റുന്ന കൊള്ള ലാഭം? ഈ പാവങ്ങളെ ഊറ്റി കുടിപ്പിച്ച് ഉണ്ടാക്കുന്ന ഈ പൈസ കൊണ്ട് എന്ത് ഡെവലപ്മെന്റ് ഉണ്ടാവാനാ? ദൈവം അത് തരുമോ ഒരു ഡെവലപ്മെന്റ് ആക്കിയിട്ട്? ഈ ജനങ്ങളെങ്ങനെ പറ്റിച്ച് തമിഴ്നാട്ടിൽ വിൽക്കുന്ന സാധനത്തിന്റെ ഇരട്ടി വില കേരളത്തിൽ. ഇനി വേറെ ഏറ്റവും വലിയ രസം, ഈ മദ്യം കുടിപ്പിക്കുന്നു, മദ്യോളം കുടിപ്പിച്ച് അവന്റെ ലക്ക് കെടുത്തുന്നു, ബോധം കെടുത്തുന്നു. എന്നിട്ട് ഇവൻ റോട്ടിലിറങ്ങിയ അവന് വേറെ പോലീസ് കേസ്, അതിന്റെ പിന്നാലെ അവൻ വേറെ നടക്കണം. ഇതും അവൻ അനുഭവിക്കണം. ഇനി മദ്യം വാങ്ങാൻ പോകുന്ന സ്ഥലം കേരളത്തിലെ ഇപ്പൊ അടുത്ത 1-2 സ്ഥലത്ത് അവര് എന്തോ കോടതിയൊക്കെ ഇടപെട്ട കാരണം എന്തോ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ മദ്യം വിൽക്കുന്ന മിക്ക സ്ഥലങ്ങളും വെളിച്ചമില്ല, വഴി വൃത്തിയില്ല, അവിടെ നിൽക്കാൻ സ്ഥലമില്ല. ആകെ ഒരു ഇടുങ്ങിയ സ്ഥലത്താണ് ഈ മദ്യക്കടകൾ മുഴുവൻ ഇരിക്കുന്നത്. അത്രയും കേരള സർക്കാരിന് വരുമാനമുള്ളൊരു സംഭവം വിൽക്കുന്നത് ഒളിച്ചു വെച്ച് വളരെ ഗൂഢമായി, വഴിയില്ലാതെ തിക്കും തിരക്കും ഉണ്ടാക്കി ഈ പാവങ്ങൾ അവിടെ ഒരു ഇടി നടത്തിയിട്ടാണ് ഇത് വാങ്ങിക്കൊണ്ടുവന്ന് ഒന്ന് ഒഴിഞ്ഞു നിന്ന് റോഡിന്റെ പക്കത്ത് നിന്ന് കുടിച്ചാൽ അപ്പൊ പോലീസും പിടിച്ചുകൊണ്ടായി. അപ്പോ ഈ മദ്യപന്മാരെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ ലോകത്ത് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. ഇനി പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മദ്യപാനം നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അത് നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിന് തന്നെ ബാധിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാൻ, ഭാവിയിൽ നമുക്ക് ഒരു വലിയ പ്രശ്നമായി തീരാൻ ഇത് സാധ്യതയേറിയ ഒരു സംഭവമാണ്. മദ്യം അതായത് അളവിൽ കൂടുതൽ ഓവറായി മദ്യം കഴിക്കുന്നവനെ ഏറ്റവും പെട്ടെന്ന് ബാധിക്കാൻ പോകുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവന്റെ ശാരീരിക പ്രവർത്തനങ്ങൾ മുഴുവൻ തന്നെ എപ്പോഴാണ് നിലച്ചു പോകുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രധാനമായിട്ട് 8 നാഡീ വ്യവസ്ഥകളെയാണ് ഇത് ബാധിക്കുക. 1, നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥ. 2, രക്തചരമണ വ്യൂഹത്തിനെ ബാധിക്കും, ശ്വസന വ്യവസ്ഥയെ ബാധിക്കും, ദഹന വ്യവസ്ഥയെ ബാധിക്കും, വിസർജന സംവിധാനത്തെ ബാധിക്കും, പ്രത്യുൽപാദന സംവിധാനത്തെ ബാധിക്കും, രോഗപ്രതിരോധ നമ്മുടെ ബോഡിക്ക് സ്വയം ഉണ്ടാകുന്ന രോഗപ്രതിരോധം അതിനെ ബാധിക്കും, അസ്ഥി കൂടും പേശി വ്യവസ്ഥയെയും ബാധിക്കും. അപ്പോ മദ്യം കൂടുതലായി ഉപയോഗിച്ചാൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു അപകടകരമായ അവസ്ഥയാണിത്. ഇനി നിലവിൽ ഇന്ന് ഇന്ത്യയിലും അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ മദ്യപാന്മാരുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കേരളം. ഇവിടുത്തെ ആരോഗ്യ മേഖല വളരെ സത്യസന്ധമായിട്ട് ഒരു സർവേ സ്റ്റഡി നടത്തിയാൽ ഇവിടെ കാണുന്ന മിക്ക അസുഖങ്ങളുടെയും ഒരു 75% അസുഖങ്ങളും ഈ ക്വാളിറ്റി ഇല്ലാത്ത ആസിഡ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ മദ്യം എന്ന് പറയുന്ന ഈ ഡ്രിങ്ക് തന്നെയാണ് ഈ അസുഖങ്ങളുടെ എല്ലാം ബേസിക് അവസ്ഥ. ഇത് ഇവിടുത്തെ പൊതുജനം നന്നായി മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്.
സർക്കാർ ഒരിക്കലും ഇത് നിങ്ങളെ നന്നാക്കാൻ പോകില്ല. സർക്കാരിന് എങ്ങനെയെങ്കിലും കുറച്ച് വിലസണം, കുറച്ച് അവരുടെ കാര്യങ്ങൾ നടക്കണം. അതിന് അവർ കണ്ടെത്തുന്ന എളുപ്പമാർഗമാണ് ഈ മദ്യ വിൽപ്പന, മദ്യശാലകൾ. ഇപ്പൊ കണ്ടുല്ലോ, ബാറുകളുടെ സമയം ഇപ്പൊ പുലർച്ചെ 3 മണി വരെ ആക്കിയിട്ടുണ്ട് തോന്നുന്നു. എന്തിനിപ്പോ ഒരു 3 തൊട്ട് ഒരു 4 മണിക്കൂർ പൂട്ടിയിടേണ്ട ആവശ്യം? 24 അവർ തുറന്നിരിക്കട്ടെന്നേ. എല്ലാവരും കുടിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ മദ്യം ആവട്ടെ, കിടന്നുറങ്ങുമ്പോ ഉറക്കം വരാനും മദ്യം ആവട്ടെ. എന്തിനാണ് ഇതിന് സമയം വെച്ചിരിക്കുന്നത്? ഇത് ഫുൾ ടൈം കുടിക്കട്ടെ. അപ്പോൾ ജനങ്ങളോട് എന്തെങ്കിലും ഒരു കടമയോ അവരുടെ ജീവിതത്തോടെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഒരു സർക്കാർ ഇത് ചെയ്യോ? നമുക്കറിയാം, AK ആന്റണി മുഖ്യമന്ത്രിയായ സമയത്ത് ഇവിടെ മദ്യ നിരോധനം കൊണ്ടുവന്നു. അന്ന് എന്താ ഉണ്ടായത്? ആ ഇലക്ഷനിൽ എല്ലാവരും വിചാരിച്ചു കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വീണ്ടും ആന്റണിയെ തെരഞ്ഞെടുക്കുന്നാണ് വിചാരിച്ചത്. പക്ഷെ ഈ മദ്യ നിരോധനം വന്ന തെരഞ്ഞെടുപ്പിൽ ആന്റണി ദയനീയമായി പരാജയപ്പെട്ടു. അത് കാരണമാണ് ഇപ്പൊ ഈ ബാറുകൾ ഇങ്ങനെ തുറക്കുന്നു, പുതിയ ബ്രാൻഡ് മദ്യക്കുപ്പികൾ വരുന്നു, മുഴത്തിന് ബെവ്കോ ഷോറൂമുകളോ അല്ലെങ്കിൽ അതിന്റെ ഔട്ട്ലെറ്റുകൾ വരുന്നു. VD സതീശൻ മുണ്ടുന്നില്ല, ഒരക്ഷരം മുണ്ടുന്നില്ല. കാരണം എന്താണ്? അല്ലെങ്കിൽ AK ആന്റണി പുള്ളിയുടെ സീനിയർ നേതാവാ, അദ്ദേഹമാണ് ഇവിടെ മദ്യ നിരോധനം കൊണ്ടുവന്നത്. എന്നാ കോൺഗ്രസിന്റെ ഗാന്ധിയുടെ സിദ്ധാന്തമാണ് മദ്യം നിരോധനം. എന്തേ സതീശൻ ഉണ്ടാത്തത്? അപ്പോ സതീശന് പോലും പേടിയാണ്. അപ്പൊ ഈ കേരളം എങ്ങോട്ടുള്ള പോക്കാണ്? ഞാൻ നേരത്തെ കുറെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വ്യവസായത്തിൽ കുതിക്കുമ്പോൾ കേരളത്തിൽ കുതിക്കുന്ന വ്യവസായമാണ് മദ്യ വ്യവസായം എന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുക. അത് കേരളത്തിന് ഗുണം പിടിക്കുകയില്ല, കേരള ജനതയ്ക്ക് നല്ലതല്ല, കേരളത്തിന് നല്ലതല്ല. കേരളം കുടിച്ച് നശിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അവസാനമായി ഞാൻ വീണ്ടും പറയുന്നു, ശ്രീനാരായണ ഗുരുദേവൻ അന്ന് പറഞ്ഞ വാചകങ്ങൾ: മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. എന്തായാലും കേരളം അബ്കാരി ബിസിനസിനെ വലിയ രീതിയിൽ വളർത്തുന്നു എന്ന് വേണം ഇതിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ. ജയശങ്കർ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. മദ്യം വിഷമാണ്. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും സർക്കാർ അതിനാണ് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത് എന്നതും ഖേദകരമാണ്. മറ്റേത് ബിസിനസിനേക്കാൾ കൂടുതലും കേരളത്തിൽ അബ്കാരി ബിസിനസ്സുകൾ, അത്തരത്തിലുള്ള കോർപ്പറേറ്റുകൾ തഴച്ചു വളരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.